നമ്മൾ ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അർബൻ ലെജൻഡ് സ്റ്റോറി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമായിരിക്കും. യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങളെ അല്ലെങ്കിൽ ചില വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കഥ പോലെ, അല്ലെങ്കിൽ ഒരു വലിയ സംഭവം പോലെ എടുക്കുന്ന സിനിമകളോ അല്ലെങ്കിൽ കഥകളെയാണോ നമ്മൾ അർബൻ ലെജൻഡ് സ്റ്റോറീസ് അല്ലെങ്കിൽ അർബൻ ലെജൻഡ് സിനിമാസ് എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ജപ്പാനിൽ എല്ലാവരും അതിഭീകരമായി കണക്കാക്കപ്പെടുന്ന ഒരു സ്റ്റോറിയാണ്, കൊച്ചിസാക്കി ഓന. ഇത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിലെ ചിലരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. കൊച്ചിസാക്കി ഓന, ചെവിയോളം നീളമുള്ള വായുള്ള സ്ത്രീ. ഇന്ന് നമ്മൾ ഈ ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും AK ടെൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു ജാപ്പനീസ് സ്ത്രീ. അവളെ കാണാൻ വളരെയധികം സുന്ദരിയായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും സുന്ദരിയായിരുന്നു അവൾ. ആരെയും മനം മയക്കുന്ന സൗന്ദര്യം. അവളുടെ സൗന്ദര്യമായിരുന്നു ആ നാട്ടിലെ ചർച്ചാ വിഷയം. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഒരു പുരുഷൻ അവരെ ഇഷ്ടത്തിലാകുന്നു. അങ്ങനെ അവർ കല്യാണം കഴിക്കാമെന്ന തീരുമാനത്തിലേക്കും എത്തിച്ചേരുന്നു. അവർ തമ്മിൽ പിരിയാനാകാത്ത തരത്തിൽ ഇഷ്ടത്തിലായിരുന്നു. പരസ്പര വിശ്വാസത്തിലധികം അവർ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ അവർ കല്യാണവും കഴിച്ചു. അവരുടെ ജീവിതം വലിയ സന്തോഷപൂർവ്വം തന്നെ മുന്നോട്ട് പോയി. അവനൊരു യോദ്ധാവായിരുന്നു. യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ അവൻ അങ്ങോട്ട് പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ അവൻ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്നു. കാരണം ഭാര്യയെ വിട്ടേച്ച് പോകാനും അറിയില്ല. അവൻ അത്രത്തോളം സ്നേഹവും ഇഷ്ടവും ഉണ്ടായിരുന്നു. എന്നാൽ അവന് യുദ്ധത്തിന് പോകാതിരിക്കാനും സാധിക്കില്ല. അവൻ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് പോയി. എന്നാലും യുദ്ധത്തിന് പോകാം എന്ന് വിചാരിച്ച് യുദ്ധത്തിന് പോകാനായി തയ്യാറെടുക്കുന്നു. ഭാര്യയോട് യാത്ര ചോദിക്കുകയും ചെയ്യുന്നു. ഭാര്യ സന്തോഷത്തോടെ യാത്ര പറഞ്ഞയക്കുന്നു. ഭാര്യയും അവനെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു. ഭർത്താവ് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമല്ലോ, താൻ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞയക്കുന്നു. യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവന് നൽകുന്ന ഏക ആശ്വാസം അവൻ്റെ ഭാര്യയിൽ നിന്ന് ലഭിക്കുന്ന കത്തുകൾ മാത്രമായിരുന്നു. ആ കത്തുകൾ വായിക്കുമ്പോൾ അവൻ എന്തോ ഉന്മേഷവും ആഹ്ലാദവും യുദ്ധത്തിൽ പങ്കെടുത്ത് പോരാടാനുള്ള ഒരു അഭിമാനവും കിട്ടുന്നു. ഞാനിപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, യുദ്ധത്തിന് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവന് കിട്ടിയിരുന്ന ഏക ആശ്വാസം അവൻ്റെ ഭാര്യയിൽ നിന്ന് ലഭിച്ച കത്തുകളായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായി ഭാര്യയിൽ നിന്ന് കത്തുകളൊന്നും ലഭിക്കുന്നില്ല. ഇതവനെ വലിയ ആശ്വാസം ഇല്ലാതാക്കുന്നതിനും അതോടൊപ്പം അവന് വലിയ ഒരു ചിന്തകൾ ഉണർത്തുന്നതിനും ഇത് സഹായിച്ചു. കാരണം ഭാര്യ എന്തെടുക്കുകയാണ്, വീട്ടിൽ അവർക്ക് വേറെ പണിയൊന്നുമില്ല, അവൾക്ക് കത്ത് എഴുതിയാൽ മാത്രം പോരെ, അവളുടെ കത്താണ് എനിക്ക് ഏക ആശ്വാസം എന്നൊക്കെ ചിന്തിച്ച് അവൻ വളരെയധികം ആശയക്കുഴപ്പത്തിലേക്ക് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യുദ്ധമൊക്കെ അവസാനിച്ച് അവന് വീട്ടിൽ പോകാനുള്ള അവസരം നൽകി. അങ്ങനെ അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ മുഴുവൻ അവൻ്റെ ഭാര്യയായിരുന്നു അവൻ്റെ ചിന്തയിൽ മുഴുകിയിരുന്നത്. ഭാര്യയെ എത്രയും പെട്ടെന്ന് കാണണം എന്നാണ് അവൻ വീട്ടിലേക്ക് പോയത്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ പ്രതീക്ഷിച്ചിരുന്നത് ഭാര്യ സന്തോഷത്തോടെ അവനെ വരവേൽക്കുന്ന കാഴ്ചയായിരുന്നു. എന്നാൽ അവൻ അവിടെ കണ്ടത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. ഇതവൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ വേദനിപ്പിച്ചു. അവിടെ അവൻ കണ്ടത് ഒരു അന്യ പുരുഷൻ അവിടെ കയറി നിൽക്കുന്നു അവൻ്റെ ഭാര്യയുടെ കൂടെ. എന്നാൽ ഭാര്യ അവനെ ചുംബിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് കണ്ട് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവനിത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സിറ്റുവേഷൻ. ദേഷ്യമടക്കാൻ കഴിയാതെ അവൻ അവിടെ ഇരുന്ന് ഒരു വലിയ കത്തിയെടുത്ത് അവളുടെ വായിൽ നിന്ന് നെടുകെ ഒരു കീറൽ പോയി. ആ കീറൽ അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. വായിൽ നിന്ന് രക്തം വാർന്നൊഴിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി ഓടാൻ തുടങ്ങി. അങ്ങനെ അവൾ മരിച്ചു വീണു. അതിനുശേഷം അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഇവൾ പ്രേതമായി വരുന്നുവെന്നും ഒരു കത്രികയുമായി വരുമെന്നും ഒരു സർജിക്കൽ മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കും വരുന്നതെന്നും, എന്നിട്ട് അവിടെ കാണുന്ന കുട്ടികളെയും അതുപോലെയൊക്കെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇവൾ എന്നെ കാണാൻ സുന്ദരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെപ്പോലെ തന്നെ അവരുടെ വായും കീറി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു അർബൻ ലെജൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് അർബൻ ലെജൻഡ് വീഡിയോസ് കാണാനായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.